ഹലോ, നമ്മളിന്ന് ലുലു മാളിലാണ് വന്നേക്കുന്നത്. ലുലു മാളിൽ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ലുലു ലിറ്റിൽ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഈ സ്പോർട്സിൻ്റെ സംഭവങ്ങളുണ്ടായിരുന്നു. ഓട്ടം മത്സരം, ചാട്ടം, അങ്ങനെ ഫുട്ബോളിൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മോനെ എല്ലാത്തിലും ചേർക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവ ഏതിലൊക്കെ കയറുമെന്ന് ഏതൊക്കെ ചെയ്യുമെന്ന് ഒന്നും അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് അവർ വിളിച്ചനുസരിച്ച് ഞാൻ റണ്ണിങ്ങിലും പിന്നെ ചാട്ടത്തിൽ പിന്നെ ബോൾ കിക്ക് ചെയ്യുന്നതിന് അതിലൊക്കെയാണ് ചേർത്തത്. അപ്പം അവർ അവിടെ നിന്ന് ഒരു ജേഴ്സിയും കാര്യങ്ങളൊക്കെ തരും. അപ്പം അവൻ്റെ നമ്പർ 300 ആയിരുന്നു. അപ്പോൾ അവൻ നല്ല ആക്റ്റീവായിട്ടൊക്കെ തന്നെ നിന്നത്. പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് അവൻ കരയാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ അടുത്ത് നിന്നവരൊക്കെ നല്ല രീതിക്ക് പ്രോത്സാഹിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവൻ റണ്ണിങ്ങിലൊക്കെ ഓടി ഫസ്റ്റ് മേടിച്ച്. അപ്പോൾ അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ആളിങ്ങനെ എന്താണെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവന് ബലൂണ് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എല്ലാം കൂടെ അവൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കൊച്ച് അവിടെ പൊത്തനെ വന്ന് വീട്, ആ കൊച്ചിൻ്റെ ബലൂണും അവൻ എടുത്തോണ്ട് പോയി. അതാണ് അവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ. കണ്ട, ഇത് കണക്ക് ഓരോ ബലൂണും ഓരോന്നായിട്ട് എടുത്തോണ്ട് വന്ന് ഓരോരുത്തർക്ക് കൊടുക്കും. പിന്നെ അവിടെ സംസാരിക്കാൻ നിന്ന് ആ പെണ്ണിന് ഇത് കണക്ക് ബലൂണും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് കൊടുക്കും. എന്നിട്ട് ആ പെണ്ണിനെ കാണാത്തതുകൊണ്ട് അവൻ പെണ്ണെ തേടി പോയി ആ ബലൂണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വരെ അവൻ പോയി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ താണ്ട ഒരു കാറൊക്കെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ പോകണം. ഇവ എവിടെയൊക്കെ ഓടണമെന്ന് ഒന്നും അറിയാൻ വയ്യ. അവൻ മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാവരും അവിടെ പല വഴിക്ക് ഓടിക്കൊണ്ടാണ് ഇരുന്നത്. ഇപ്പം മീൻ പിടിക്കണ ഒരു സംഭവം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് അതുപോലത്തെ സംഭവം പറഞ്ഞാൽ മേടിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഈ കിക്കിലാണെങ്കിൽ അവൻ നല്ലോണം അടിച്ച് 2 ഗോളൊക്കെ അടിച്ച്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ഗോളിൽ അവന് പോയി. കുഴപ്പമൊന്നുമില്ല, കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നുമില്ല. എന്നാലും ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കും ഉണ്ടാവുമല്ലോ. പിന്നെ അവൻ തനിയെ തന്നെ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അവൻ ഈ ബോളൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നാട്ടുകാർ കൈ അടിച്ചില്ലെങ്കിലും അവൻ കൈ അടുപ്പിച്ചുകൊണ്ടാണ് ഇരുന്നത്. കൊച്ചിന് സെക്കൻഡ് കിട്ടിയത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നണം. അവിടെ പിടിച്ച് നിർത്തിയപ്പോൾ തന്നെ ഒരു പെണ്ണ് നിൽക്കണോണ്ട് ഓക്കെ എന്നുള്ള രീതിയിലാണ് അവൻ നിൽക്കണത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് അവനത് ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് കിട്ടിയെന്നും പറഞ്ഞിട്ട് അവൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇത് ഞാൻ വെറുതെ പറയണതാണ്. ഊരിയൊക്കെ എറിഞ്ഞ് എല്ലാവരും എറിഞ്ഞോട്ട് തന്നെ ഇരുന്ന കണ്ട, ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് ഇരുത്താത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇറങ്ങി പോണത്. പിന്നെ നമ്മൾ റണ്ണിങ്ങിൽ അവന് ഫസ്റ്റ് കിട്ടി. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ അവൻ ആ ഗോൾഡ് മെഡൽ വാങ്ങിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. കരഞ്ഞു തള്ളി ഓടി. അവൻ്റെ തലയിൽ തൊടണതോ കഴുത്തിൽ തൊടണതോ ഒന്നും അവന് ഇഷ്ടമല്ല. ഇത് ഇത് കൊണ്ടിരുന്നത് ഏതെങ്കിലും പെമ്പിള്ളേരെ വിളിച്ചുകൊണ്ട് വാടാ തലയിൽ ഹാരം ഇടാനെന്നും പറഞ്ഞാണ് അവൻ്റെ ഒരു ഇതിരുന്നത്. അപ്പോൾ അതിൽ അവന് ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയതിൽ ഷൈലുവിൻ്റെ കുറച്ച് പ്രയത്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവന് കിട്ടിയെന്നാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അവൻ ഇത്തിരി കൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. കണ്ട ആ പെങ്കൊച്ച് അവൻ ഇടാൻ വരണമെന്ന് വിചാരിച്ച് അവൻ മിണ്ടാതിരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, മക്കളെ മുട്ടായെന്നും പറഞ്ഞ മെഡലെടുത്ത് കൈ കൊടുത്തപ്പോൾ അത് നക്കി ഇരുന്ന് എന്തരാണോ പിടിച്ചിരുത്താൻ പെടുന്ന പാട് നമുക്ക് മാത്രമേ അറിയുള്ളൂ. കൊച്ചിന് മെഡൽ മേടിക്കാൻ പോലും സമയമില്ലാത്ത ഒരു രീതിയിലാണ് ഇരുന്നത്. പിന്നെ നമുക്ക് ഗിഫ്റ്റ് വൗച്ചറൊക്കെ കിട്ടി, ഫണ്ടൂറ അങ്ങനെയുള്ള സംഭവങ്ങൾക്കുള്ള ഗിഫ്റ്റ് വൗച്ചറൊക്കെ കിട്ടി. വായിൽ വരണമില്ല. അപ്പോൾ അതിൻ്റെ അത് പിന്നീട് പോയി റിഡീം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.